ഹായ് ഡിസൈനേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പോസ്റ്റർ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അവരുടെ ലോഗോ അഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ്. അതാണിത്. അവരുടെ ബ്രാൻഡ് കളറിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതിലെ മെയിൻ ടൈറ്റിലാണ്. ഓക്കെ, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടെക്സ്ചർ ഇഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് നൈസായിട്ട്. അതുപോലെ നമ്മൾ വാട്ടർമാർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു ഷെയ്ഡ് നൈസായിട്ട് താഴെ മേലെ വരുന്ന ടൈപ്പിലൊരു ഇൻഡേജ് ടൈപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോ പ്ലേസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഹോമോസിൻ്റെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് PNG ആക്കി പ്ലേസ് ചെയ്തു. അതിന് ഷാഡോ കൊടുത്തു. നമ്മൾ പ്ലേസ് ചെയ്ത ഫോട്ടോക്ക് ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിലൊരു പുറകിലായിട്ട് ഒരു യെല്ലോ ലൈറ്റ് കൊടുത്ത്, പിന്നെ നമ്മളൊരു ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോമോസിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഡീറ്റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പോസ്റ്ററിന് കളർഫുള്ളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1-2 PNGകൾ മോഷൻ കളറൊക്കെ കൊടുത്തു. അതിൻ്റെ അളവുകളിൽ വ്യത്യാസം വരുത്തി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ കാണും. അപ്പം മെയിൻ ടൈറ്റിലിന് ഒരു ഷാഡോ പോലൊരു 3D ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്തു, അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് ചെറിയൊരു 3D പോലെ പുറകെ കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇപ്പോൾ യെല്ലോ, റെഡ് അങ്ങനത്തെ ഒക്കെ ഒരു കളറ് കൊടുക്കുന്നു വെച്ചെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. ഇതൊരു ബ്രാൻഡ് കളർ ബേസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ അത്ര കളറുകൾ യൂസ് ചെയ്യാത്തത്. കണ്ടതുപോലെ റെഡൊക്കെ ആകുമ്പോൾ നന്നായിട്ട് എടുത്ത് കാണിക്കും, നമുക്ക് ആ ഒരു അറ്റൻഷൻ കിട്ടും പെട്ടെന്ന്. എന്തായാലും ഞാൻ പഴയ കളർ തന്നെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ കൂടെ കൂടിക്കോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.